ഭക്തിസാന്ദ്രമായി എരുമേലി പേട്ടതുള്ളൽ. അമ്പലപ്പുഴ സംഘത്തിന്റെ പേട്ടതുള്ളൽ പൂർത്തിയായി. ആലങ്ങാട് സംഘത്തിന്റെ പേട്ടതുള്ളൽ പുരോഗമിക്കുകയാണ്. ആകാശത്ത് പൊന്നക്ഷത്രം തിളങ്ങുന്നതോടെയാണ് ആലങ്ങാട് സംഘത്തിന്റെ പേട്ടതുള്ളൽ കൊച്ചമ്പലത്തിൽ നിന്ന് പുറപ്പെടുന്നത്. എരുമേലി ശ്രീധർമ്മശാസ്താ ക്ഷേത്രത്തിൽ നിന്ന് എം ജി പ്രതീഷും ബാവരുപള്ളിയിൽ നിന്ന് ശ്രീകുമാരനും തത്സമയം. ആദ്യം എം ജി പ്രതീഷിലേക്ക്. പ്രതീഷ്, പേട്ടതുള്ളൽ തുടങ്ങിയോ ആലങ്ങാട് സംഘത്തിന്റെ? അനുജ, മണ്ഡലം മകരവിളക്കിനോടനുബന്ധിച്ചുള്ള ആലങ്ങാട് ദേശത്തിന്റെ പേട്ടതുള്ളൽ എരുമേലിയിൽ പുരോഗമിക്കുകയാണ്. അല്പം മുമ്പാണ് ഈ കൊച്ചമ്പലത്തിൽ നിന്നും ഈ പേട്ടതുള്ളൽ ആരംഭിച്ചത്. ഈ അമ്പലപ്പുഴ സംഘത്തോടൊപ്പം വാവരും പോയി എന്നതാണ് വിശ്വാസം. അതുകൊണ്ട് തന്നെ ഈ ആലങ്ങാട് നിന്നുള്ള പേട്ടതുള്ളൽ സംഘം വാവരുപള്ളിയിൽ കയറാതെയാണ് പോകുന്നത്. വലിയ തരത്തിലുള്ള ഭക്തജന തിരക്കാണ് എരുമേലിയിൽ അനുഭവപ്പെടുന്നത്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് എരുമേലി നഗര ദൃശ്യങ്ങളാണ്. വലിയ തരത്തിൽ ജനങ്ങളുടെ വലിയ തിരക്കുണ്ട്. ഭക്തരാൽ സമ്പന്നമാണ് ഈ എരുമേലി നഗരം. ഒപ്പം വാദ്യമേളങ്ങളുടെയും കാവടിയാട്ടത്തിന്റെയും പൂക്കാവടിയുടെയും അകമ്പടിയോടെയാണ് എരുമേലിയിൽ പേട്ടതുള്ളൽ പുരോഗമിക്കുന്നത്. രാവിലെ അമ്പലപ്പുഴ ദേശത്തിന്റെ പേട്ടതുള്ളലാണ് കഴിഞ്ഞത്. വാവരുപള്ളിയിലടക്കം ദർശനം നടത്തിയ ശേഷമാണ് അമ്പലപ്പുഴ ദേശം ഇവിടെ നിന്ന് മടങ്ങിയത്. എരുമേലി പേട്ടതുള്ളലുമായി ബന്ധപ്പെട്ട ഉയർന്നുവരുന്ന ഓരോ കാര്യങ്ങളും മത സൌഹാർദ്ദത്തിന്റെ വലിയ സന്ദേശങ്ങളാണ്. ഈ കൊച്ചമ്പലത്തിൽ നിന്ന് ഈ പേട്ടതുള്ളി പുറപ്പെട്ട വാവരുപള്ളിയിൽ ദർശനം നടത്തിയ ശേഷമാണ് ഓരോ ഭക്തരും മടങ്ങുന്നത്. വലിയ ആവേശത്തോടെയാണ് ഓരോ ഭക്തരും ഈ പേട്ടതുള്ളലിനെ വരവേറ്റത്. നിരവധി തീർത്ഥാടകരാണ് രാവിലെ മുതൽ തന്നെ എരുമേലിയിൽ പേട്ടതുള്ളലിനായി എത്തിയത്. ഇപ്പോഴും കൂടുതൽ തീർത്ഥാടകർ എത്തുന്നുണ്ട്. ഇതര സംസ്ഥാനത്ത് നിന്നുള്ള തീർത്ഥാടകരടക്കം വലിയ തിരക്ക് എരുമേലിയിൽ അനുഭവപ്പെടുന്നുണ്ട്. അല്പസമയത്തിനകം തന്നെ ആലങ്ങാട് ദേശത്തിന്റെ പേട്ടതുള്ളൽ അവസാനിക്കും. രാവിലെ മുതൽ തന്നെ ഈ പേട്ടതുള്ളലുമായി ബന്ധപ്പെട്ടുള്ള ആഘോഷങ്ങൾ എരുമേലിയിൽ തുടങ്ങിയിരുന്നു. അത് ഓരോ മണിക്കൂറുകളിലും കൂടുതൽ തീർത്ഥാടകർ എത്തി വാദ്യമേളങ്ങളോടെയും ചമയങ്ങളും ഒപ്പം ഈ ഛായങ്ങളും മുഖത്ത് പൂശിയാണ് തീർത്ഥാടകർ ഓരോരുത്തരും പേട്ടതുള്ളലിന് എത്തിയത്. എന്തായാലും ആ ആഘോഷം അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തുകയാണ്. ഈ പേട്ടതുള്ളലിന് ശേഷമായിരിക്കും തീർത്ഥാടകർ പിന്നീട് പമ്പയിലേക്ക് നീങ്ങുന്നത്. ഈ മാസം 15-ാം തീയതിയാണ് ശബരിമല മകരവിളക്ക് തീർത്ഥാടനം നടക്കുക. വലിയ തരത്തിലുള്ളൊരു തീർത്ഥാടന തിരക്ക് എന്തായാലും പ്രതീക്ഷിക്കുന്നുണ്ട്. കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ വളരെ മനോഹരവും വളരെ ഭക്തരാൽ സമ്പന്നവുമായിരുന്നു ഇത്തവണത്തെയും എരുമേലി പേട്ടതുള്ളൽ. എന്തായാലും വലിയ തീർത്ഥാടന തിരക്ക് നമുക്ക് ഈ റോഡിൽ ദൃശ്യങ്ങളിൽ കാണാം. കണ്ണെത്താ ദൂരത്ത് അത്രയും തീർത്ഥാടകരുടെ വലിയ തിരക്കാണ്. റോഡ് കാണാൻ കഴിയാത്ത തരത്തിൽ ഈ പേട്ടതുള്ളൽ കാണാൻ തീർത്ഥാടകരുടെ ഒരു പ്രവാഹമാണ് ഈ എരുമേലി നഗരത്തിലേക്കുള്ളത്. എന്തായാലും വലിയ തരത്തിൽ ഭക്തജനങ്ങൾ എത്തുന്നു. ഈ ജനങ്ങളടക്കം പേട്ടതുള്ളലിനെ വരവേറ്റുകൊണ്ട് സ്വീകരിച്ചുകൊണ്ട് ഇവിടെ എത്തിച്ചേരുന്നു. എന്തായാലും ഈ 15-ാം തീയതി മകരവിളക്കോടനുബന്ധിച്ചുള്ള വലിയ ഒരുക്കങ്ങൾ എരുമേലിയിലും പൂർത്തിയായിട്ടുണ്ട്. ഇവിടെ എത്തുന്ന തീർത്ഥാടകർക്ക് അടക്കം താമസിക്കാനുള്ള എല്ലാ സൌകര്യങ്ങളും തിരക്ക് പ്രമാണിച്ച് ഏർപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും ആലങ്ങാട് സംഘത്തിന്റെ പേട്ടതുള്ളൽ അല്പസമയത്തിനകം പൂർത്തിയാകും. അതിന്റെ അവസാനഘട്ട ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. അനുജ, എരുമേലി പേട്ടതുള്ളലിൽ ആലങ്ങാട് സംഘത്തിന്റെ പേട്ടതുള്ളലാണ് ഇപ്പോൾ നടക്കുന്നത്. അല്പസമയത്തിനകം അത് പൂർത്തിയാകും. പൊന്നക്ഷത്രം ആകാശത്ത് കണ്ടതോടെയാണ് ആലങ്ങാട് സംഘത്തിന്റെ പേട്ടതുള്ളൽ തുടങ്ങിയത്. അല്പസമയത്തിനകം അത് പൂർത്തിയാകും എന്നതാണ്. പ്രതീഷ് തുടരുന്നുണ്ട്. പ്രതീഷ്, ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഈ സന്നിധാനത്തൊക്കെ ഭക്തരുടെ തിരക്ക് കുറവുണ്ടായിരുന്നു. കാരണം സ്പോട്ട് ബുക്കിംഗ് നിർത്തലാക്കുന്നു. മകരവിളക്കുമായി ബന്ധപ്പെട്ടൊക്കെ ചില നടപടിക്രമങ്ങളൊക്കെ ദേവസ്വം ബോർഡ് നടപ്പാക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ആ തരത്തിൽ തിരക്ക് സന്നിധാനത്തുമൊക്കെ കുറവാണ് എന്ന് മനസ്സിലാക്കുന്നു. മകരവിളക്കിന് മുന്നോടിയായുള്ള പേട്ടതുള്ളലാണ് ഇപ്പോൾ നടക്കുന്നത്. അമ്പലപ്പുഴ സംഘത്തിന്റെ പേട്ടതുള്ളൽ രാവിലെ നടന്നിരുന്നു. കൃഷ്ണപ്പരന്ത് വട്ടമിട്ട് പറന്നതോടെയാണ് അമ്പലപ്പുഴ സംഘത്തിന്റെ പേട്ടതുള്ളൽ രാവിലെ തുടങ്ങിയത്. അതിനുശേഷം ഇപ്പോൾ ആലങ്ങാട് സംഘത്തിന്റെ പേട്ടതുള്ളലാണ്. അത് പുരോഗമിക്കുന്നു. അല്പസമയത്തിനകം അതും പൂർത്തിയാകും. പിന്നീട് നാളെ തിരുവാഭരണ ഘോഷയാത്രയുണ്ടാകും. ഇതെല്ലാം മകരവിളക്കിന് മുന്നോടിയായി നടക്കുന്ന ചടങ്ങുകളാണ്. വലിയ ഭക്തജന തിരക്ക് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നവരെയൊക്കെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നു. 24 അഞ്ചിന്റെ വജ്രത്തിളക്കം.